ഹലോ എവ്രി വൺ, അഡ്വെൻറ്റ് ജേർണിയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാ ഫാമിലീസിനും വെൽക്കം. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഒരുക്കം തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ട വചനഭാഗം ഇതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ 7 സ്ഥലത്ത് ദൈവം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് നല്ലതെന്ന് ദൈവം കണ്ടു. നല്ലത് നല്ലത് നല്ലത്. അപ്പോൾ ഈ 1-ാം അധ്യായം വായിച്ച് ഫാമിലി ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് എമ്മയുടെ സ്റ്റോറിയാണ്. എമ്മ വളരെ മിടുക്കിയാണ്. സ്റ്റഡീസിലും ആക്ടിവിറ്റീസിലൊക്കെ അവൾ മിടുക്കുക. പക്ഷെ എമ്മയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, കുറ്റം പറയും. അപ്പം സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അമ്മ ചോദിക്കും, മോളെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ബോർ ഡേ ആയിരുന്നമ്മ. ഇന്ന് ടീച്ചർ എന്താ പഠിപ്പിച്ചത്? ടീച്ചറിൻ്റെ ക്ലാസ് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. ടീച്ചറിൻ്റെ സാരിയും കൊള്ളത്തില്ലായിരുന്നു. ഇന്ന് ഇന്നയാളുടെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് കൊണ്ടുവന്ന് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നമ്മ. അപ്പം ഡാഡിയും മമ്മിയും അവളോട് കൂടെ പറയുമ്പോൾ ഇങ്ങനെ പറയരുത്, നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരുടെ നന്മ പറയണം, ഇങ്ങനെ കുറ്റം പറയില്ലേ. പക്ഷേ എമ്മയുടെ ഈ ഒരു ബിഹേവിയർ കൂടി വരുക, ഇങ്ങനെ കുറ്റം പറച്ചിൽ. ഇപ്പോൾ ഒരു ദിവസം ഡാഡി പറഞ്ഞു, എമ്മ നമുക്ക് ഇന്ന് മുതൽ ഒരു 1 വീക്ക് ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അവർ വീടിൻ്റെ പുറത്ത് മതിൽ കോമ്പൗണ്ട് വാളുണ്ട്. അവിടെ ചെന്നിട്ട് പറയാം, എമ്മ ഈ പോർഷൻ എമ്മയ്ക്കുള്ളത്, ഈ പോർഷൻ ഡാഡിക്കുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളെല്ലാ ദിവസവും എമ്മ ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നെഗറ്റീവിന് ഓരോ ആണി തറയ്ക്കണം. അപ്പം എമ്മ എഗ്രി ചെയ്തു. അങ്ങനെ അന്ന് മുതൽ ഡാഡിയും മോളും എവിടെ നെഗറ്റീവ് പറയുന്നു ഇങ്ങനെ ആണികൾ ഇങ്ങനെ തറച്ചുകൊണ്ടിരുന്നു. സാറ്റർഡേ എത്തി. വൈകുന്നേരം ആയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എമ്മ ഞെട്ടിപ്പോയി. എമ്മയുടെ വോളിൻ്റെ ഒരു 1/4 ഭാഗം ആണികൾ, ഡാഡിയുടെ മതിലിൽ അത്രയൊന്നുമില്ല. അപ്പം ഡാഡി പറഞ്ഞു, എമ്മ വേഗം ഇനി ആണികൾ പതുക്കെ ഒന്ന് ഊരിയേ. അങ്ങനെ ഇവർ ആണി ഊരിക്കഴിഞ്ഞപ്പം എമ്മ നോക്കുമ്പോഴത്തേക്ക് ആ വോള് കംപ്ലീറ്റ് വികൃതമായി. അപ്പുറം ഡാഡി, അയ്യോ ഇതാകെ ഡാമേജ് ആയിപ്പോയി. ഡാഡി പറഞ്ഞു, ഇതുപോലെയാണ് നമ്മൾ ഓരോ നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോഴും നമ്മളെ ഡാമേജ് ചെയ്യുന്നു. നമ്മൾ ആരോടാണോ പറയുന്നത് അവരെയും ഡാമേജ് ചെയ്യുന്നു. അത് ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഒന്ന് ചിന്തിക്കാം, നമ്മൾ കൂടുതലും മറ്റുള്ളവരുടെ നന്മയാണോ പറയുന്നത് അതോ തിന്മയാണോ? അപ്പോൾ ഇന്നത്തെ ഒരു ആക്ടിവിറ്റി, ഫാമിലി ഒരുമിച്ച് ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. ബൈബിൾ ഭാഗം വായിച്ച് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും പരസ്പരം നിങ്ങളിലുള്ള ഡാഡിയിലുള്ള ഒരു 3 ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾ ഡാഡിയോട് പറയുക. കോമൺ ആയിട്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്നു മമ്മിയുടെയും പരസ്പരം എല്ലാവരുടെയും ക്വാളിറ്റീസ്, നന്മകൾ പരസ്പരം പങ്കുവയ്ക്കുക. നിങ്ങൾ മറക്കരുത്, നമ്മുടെ കോമ്പറ്റീഷനാണ് ക്രിസ്മസ് പോസ്റ്റർ ഭംഗിയായിട്ട് ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടിയ തോട്ടോ എന്തെങ്കിലും വെച്ച് ക്രിയേറ്റീവായിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.